ഷാഫിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന സിജോ MS അനീഷ് കുമാറിനൊപ്പം ചേരുന്നു. രേണുക, ഇപ്പോൾ സിജോ നമ്മോടൊപ്പമുണ്ട്. നേരത്തെ 2 ഇടങ്ങളിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടത്. ഒന്ന്, ഷാഫിയുടെ ഭാര്യ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ഈ സിജോയ്ക്ക് ഷാഫിയോട് ചില വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, മരക്കാരാണ്, ഈ കടയുടെ അഡ്വാൻസ് തുക തിരിച്ചു കൊടുക്കരുത് എന്ന് ഉടമയോട് പറയണമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കിതടക്കമുള്ള കാര്യങ്ങളിൽ സിജോയോട് തന്നെ വ്യക്തത തേടാം. ഈ അദ്ദേഹത്തിന്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കാണിക്കുന്നുമില്ല. ഷാഫിയുടെ ഭാര്യ മാധ്യമങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞത് സാമ്പത്തികമായി നിങ്ങൾ പണം നൽകാനുണ്ട്, ഒരു വായ്പ എടുത്തുമായി ബന്ധപ്പെട്ടൊരു തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി? സാമ്പത്തികമായിട്ട് ഞാൻ 10 പൈസ ഈ പറയുന്ന ആൾക്ക് കൊടുക്കാനില്ല. കണക്കനുസരിച്ച് എൻ്റെ ഓഫീസിൽ കണക്കുണ്ട്. ഇതിൻ്റെ അറൗണ്ട് ഒരു 60,000 രൂപ ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് തരാനുള്ളത്. അത് ഞാൻ ഇവരെ പരിചയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ അതായത് ഫസ്റ്റ് ഇപ്പോൾ കാണുന്ന കടയല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു കഞ്ഞിക്കടയാണ് ഫസ്റ്റ്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കാൻ, അതായത് 30 രൂപയോടുള്ള കഞ്ഞിക്കുള്ളൂ. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ പറയുന്ന താത്തായുമായിട്ടാണ് എനിക്ക് പരിചയം, ഈ കാക്കായുമായിട്ടും പോലും അല്ല. എനിക്ക് ഇയാളെ അന്നും ഇന്നും, അതായത് 24 മണിക്കൂറും വെള്ളം ഒടിച്ച് നടക്കുക ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് 5,000 രൂപ 2,000 രൂപ അങ്ങനെയൊക്കെ ഓരോ പ്രാവശ്യം ഇവർ എന്നോട് കടം ചോദിക്കും. ഒരു ഭയങ്കര ഞെരുക്കത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. ഞാൻ അത്യാവശ്യം ഓരോ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഈ പരിചയം അങ്ങനെ വന്ന സമയത്ത് അവിടെ അത് പുള്ളിയുടെ പേര് ഞാൻ മറന്നു. ഞാൻ ഒരു ദിവസം കടയിലിരിക്കുമ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വേറെ ഒരാളുണ്ട്. അയാളുടെ പേര് എനിക്ക് വ്യക്തമല്ല. പുള്ളി നമ്മുടെ ഷേണൈസ് തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രീലാൻസ് ആയിട്ട് ചിത്രരചനയും അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് അതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളോട് ഇവർ ലോണിൻ്റെ കാര്യം സംസാരിക്കുക. അപ്പോൾ ലോണിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പം എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ശ്രമിക്കാം, അല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോഴാണ് ഒരു ലോൺ റെഡിയാക്കി കൊടുക്കാം, ഒരു മുദ്രാ ലോൺ റെഡിയാക്കി കൊടുക്കുക. ഈ മുദ്രാ ലോൺ റെഡിയാക്കി കൊടുത്തേക്കുന്നത് 3 ലക്ഷം രൂപയ്ക്കാണ്. ഈ അതിനു മുമ്പ് ഞാൻ അവർക്ക് കൊടുക്കാനുണ്ടെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അത്, അതായത് ഞാൻ അവർക്ക് 10 പൈസ കൊടുക്കാനില്ല. എനിക്ക് 60,000 രൂപയോളം ഇങ്ങോട്ടാണ് തരാനുള്ളത്. എനിക്ക് 60,000 രൂപ ഇങ്ങോട്ടാണ് തരാനുള്ളത്. കാരണം വെച്ചാൽ അതെൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാൻ പിന്നെ ആ പൈസ എഴുതിത്തള്ളി എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഇവർക്കിങ്ങനെ ഈ ലോണും കാര്യങ്ങളും, അപ്പോൾ ഈ തന്നേക്കുന്ന ബാങ്കിൻ്റെ പേരൊന്നും മറ്റും വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ആ ബാങ്കിനെയും കൂടെ നമ്മൾ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾ ചോദിച്ചു ആ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഒരു ബാങ്ക് അവരെ വിശ്വസിച്ച് പൈസ കൊടുത്തതാണ്. ആ ബാങ്കിന് ആ പൈസ റിക്കവർ ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആ ബാങ്കിന് ആ പൈസ അടവാകുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് 5,000, 10,000, 2,000 വെച്ച് മേടിച്ചേക്കുന്ന കാശ് ഒരു വസ്തു നിൽക്കുന്നു. അപ്പോൾ ഇവർ പറയും അടുത്ത ദിവസം അവിടുന്ന് പൈസ കിട്ടും, അപ്പോൾ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ കളിയാണ്. അത് കഴിഞ്ഞാണ് ഞാൻ ഇവരുടെ ഈ പറയുന്ന ഷാഫിയുടെ പിതാവ് മരിക്കുന്നു. ഈ പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് എനിക്ക് ഇവരുമായിട്ട് വേറെ ഇൻറ്റിമസിയോ ഇവരുമായിട്ട് സാമ്പത്തികമോ എനിക്ക് ഇങ്ങോട്ടാണ് തരാനുള്ളത്. ഞാൻ അതിനുള്ള തെളിവ് മനോരമ ന്യൂസിലായിക്കോട്ടെ, വാട്ടവർ ഏത് ചാനലായിക്കോട്ടെ, ഇപ്പം ഞാനത് പുറത്തു വിടാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ഈ സ്ത്രീ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇയാളായിക്കോട്ടെ, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാരാണ്. അങ്ങനെ ഈ മുദ്രാ ലോൺ റെഡിയാക്കി ആ ഒരു ധനകാര്യ സ്ഥാപനത്തെ ഒരിക്കലും ഇതിലേക്ക് വലിച്ചയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മുദ്രാ ലോൺ റെഡിയാക്കുമ്പം ഇതിനകത്ത് 3 ലക്ഷം രൂപയാണ് മാത്രം മുദ്രാ ലോൺ എടുത്തത്. ഈ മുദ്രാ ലോൺ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസത്തോളം ഇവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലോൺ എടുത്ത് കൊടുക്കുന്നത്. അതിന് ഞാൻ ഒരു കമ്മീഷനോ ഒരു പ്രതിഫലമോ ഞാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞേക്കുന്ന മറ്റേ ആൾക്കാർ ഇതിൻ്റെ പ്രോജക്റ്റ് വരെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി അപ്പം നിങ്ങൾ ചോദിക്കുക എനിക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എന്ന്. സ്വാഭാവികമായിട്ട് ആർക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. എൻ്റെ പ്രോഫിറ്റ് എന്ന് ഞാൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഹോട്ടലുകൾ കൺസൾട്ടൻസി എടുത്ത് നടത്തുന്നതാണ്. ഹോട്ടലുകൾ, ധനകാര്യ സ്ഥാപനങ്ങളുടെ കൺസൾട്ടൻസി ഒരു ചെറിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങനെ നമ്മുടെ കൺസൾട്ടൻസി ഇത് ചെയ്യാമെന്ന് പറഞ്ഞ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അല്ലാണ്ട് ഒരു പാർട്ണർഷിപ്പ് അവരെനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ സുഖവും തൂക്കമൊക്കെ 2013 എനിക്ക് തീർന്നതാണ്. എനിക്ക് കൊച്ചി നഗരത്തിൽ 3 റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴും നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പും എനിക്ക് വേണമെന്നും പറഞ്ഞു എൻ്റെ മാനേജറെ ഞാൻ ബാംഗ്ലൂർ 60,000 രൂപ ജോലിക്ക് ചെയ്തുകൊണ്ട് നാളെ ഇവിടെ കൊണ്ടുവരിക.
അതിനു മുമ്പ് ഷാഫിയായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തിക ഇടപാട് ഇയാളുടെ അപ്പം മരിക്കുക ഒരു ഞായറാഴ്ചയാണ് എന്നാണ് ഞാൻ ഓർക്കുന്നില്ല. ഒരു ഞായറാഴ്ച കുറച്ച് മുമ്പ് ചാനലുകളിൽ പറഞ്ഞു സിജോയാണ് ഷാഫിയുടെ വണ്ടി ഉപയോഗിച്ചതെന്ന്. സിജോ ഷാഫിയുടെ വണ്ടി, അതായത് ഞാൻ ഈ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന്, എനിക്ക് 4 വീലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു തൽക്കാലം ഈ വണ്ടി ഉപയോഗിച്ചോ. വണ്ടി ഉപയോഗിച്ചത് ഞാൻ ഇതുമായിട്ട് കിലോമീറ്ററുകളൊന്നും പോയിട്ടില്ല. അത് ഇപ്പോഴും അല്ല, ഇതിനൊക്കെ ഒരുപാട് മുമ്പ് ആ വണ്ടി അങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നത്. എത്രയോ ആൾക്കാരുണ്ട്. ഈ വണ്ടി ഞാൻ മാത്രമാണോ അത് ഇപ്പോഴും അല്ല. ഞങ്ങൾ ഏതാണ്ട് 1.5-2 മാസമായിട്ട് ഈ പറയുന്ന ആൾക്കാരോട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെയാണ് ഇയാളുമായിട്ടുള്ള ബന്ധം? ഈ സ്ത്രീകളെയൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായോ? അല്ല, അതേക്കുറിച്ച് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ സത്യം മനസ്സിലാക്കണം, ചാനലുകാരും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അവിടെ ഇവിടെയും തൊട്ട രീതിയിൽ ആരെക്കുറിച്ചും പറഞ്ഞ് മോശപ്പെടുത്തരുത്. അതായത് ഇയാളുമായിട്ടുള്ളൊരു അങ്ങനെ ഈ സംസാരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച ആ സമയത്ത് ഈ വാഹനം എൻ്റെ കയ്യിലാണ്. അത് സത്യമാണ്. അത് ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് മുമ്പ്. അപ്പോൾ എന്നോട് ഇങ്ങനെ അപ്പം മരിച്ചു. ഞാൻ സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ ഒരു അപ്പം മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് പോകാൻ കാശില്ല. ചെറുതോണിയിലാണ് സ്ഥലം. ഈ അപ്പൻ എന്ന് പറഞ്ഞ ആള് 2 കല്യാണം കഴിച്ച ആളാണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഇതിലുള്ള രണ്ടാമത്തെ അപ്പനല്ല, സോറി, അതെ അപ്പൻ. അപ്പം മരിച്ച് ചെറുതോണിക്ക് പോകുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 10,000 രൂപ എനിക്കന്ന് ചിലവുണ്ട്. അത് കൂടാതെ എനിക്ക് തരാൻ പൈസ കിടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഷാഫി എനിക്ക് പൈസ തരാണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നബീസ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പല പ്രാവശ്യം, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ലോൺ ആവുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാനേജറെ വിളിച്ച് ഈ കൺസൾട്ടൻസി നമുക്കാണ് ഇത് വന്നു. ഈ ലോൺ എടുത്തേക്കുന്ന പൈസയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇവിടെ പറയേണ്ട കാര്യങ്ങളല്ല. കാരണം വെച്ചാൽ ഒരു സ്ഥാപനത്തിന് കൊടുക്കേണ്ട ലോണ് ആ സ്ഥാപനത്തിന് ഇറങ്ങേണ്ടത്. ഒരു KRK എന്ന് പറഞ്ഞ ജീപ്പ് അവിടെ ആകാശത്തുനിന്ന് വന്നല്ല. ഇയാൾ ഹൈ റേഞ്ചിൽ പോയി, ഞാനുണ്ടായിരുന്നു കൂടെ. എന്നോട് പറയുകയാണ്, അതായത് നബീസയ്ക്കൊന്നും അറിയില്ലെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അത് ലോകത്തിൽ ആര് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താണെന്നറിയോ, നബീസയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇയാൾ ചെയ്തേക്കുന്ന ചെയ്തികൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്ത്രീയെക്കുറിച്ച് ഒരു വളരെ നല്ലൊരു അഭിപ്രായം, ഒരു സഹോദരി തുല്യമായിരുന്നു എനിക്ക്. കാരണം എന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ ഈ ഷാഫിയുടെ കുതന്ത്രങ്ങളാണ്. ഈ ഷാഫി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല. ഇന്നിപ്പം കേരളത്തിലെ പ്രഗത്ഭരായ അഭിഭാഷകന്മാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് ഈ അഭിഭാഷകന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വീട്ടിലുള്ള 1-2 സ്ത്രീകൾക്കാണ് ഇതുണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെയായിരുന്നു അവരുടെ പ്രതികരണം. നീതിന്യായ പീഠം പോലും എന്താ ഇപ്പം കേരളത്തിൽ നടന്നേക്കുന്ന ഏറ്റവും മോശമായ മൃഗീയമായ ഒരു കൊലപാതകം ഇത്. ഇതിന്റെ ഒരു സൂചനകൾ ലഭിച്ചിരുന്നു നേരത്തെ. ഈ സ്ത്രീകളെ ആവശ്യപ്പെട്ടു, അത് ഞാൻ പറയാം, അതേക്കുറിച്ച് ഞാൻ വരാം. അത് ഈ സാമ്പത്തിക ഇടപാടുകളൊന്ന് ക്ലിയർ ചെയ്യട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നിൻ്റെ പേര് വലിച്ചഴിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് പൈസ തരാനുള്ളപ്പോഴും ഞാനത് എഴുതി തള്ളിയ ആളാണ്. ഞാൻ എഴുതി തള്ളി ഈ ഷാഫിക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോഴല്ല, ഞാനിത് തീരുമാനിച്ചിട്ട് പരാതി ഡ്രാഫ്റ്റ് ചെയ്തില്ല. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ പുറകെ പോയി സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാം. അതായത് ഏതാണ്ട് 2,90,000 രൂപയാണ് ഇവർക്ക് കിട്ടിയത്. 3 ലക്ഷം രൂപ എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ ബാങ്കിൻ്റെ ഇതൊക്കെ ആയിട്ട് പോയി. അപ്പം നമ്മൾ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ, കാരണം വെച്ചാൽ എൻ്റെ മാനേജറുടെ ഈ പറയുന്ന കടയിൽ എൻ്റെ മാനേജറുടെ 2-3 പാത്രങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടിയേക്കുന്ന പൈസ എന്ന് വെച്ചാൽ മുഴുവൻ പൈസ അവിടെ ഇറക്കിയില്ല. അവിടെ കൊടുത്തേക്കുന്ന അഡ്വാൻസ് തുക ബാക്കിയെല്ലാം ഇവർ വലിക്കുകയത്. ഇവർ വലിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഒരു ജീപ്പ് ഈ പറയുന്ന പൈസ വെച്ച് ഇറക്കിയതാണ്. 1,45,000 രൂപ മുടക്കി. ഇതെല്ലാം ഈ മരുമോൻ്റെ പേരിലേക്കാണ് മാറുന്നത്. അപ്പം ഞാൻ കൂടെ പോകുമ്പോഴത്തേക്കും ഞാനാണ് ഇതിൻ്റെ സാമ്പത്തികം കൊടുക്കുന്നത് ഈ വണ്ടിയുടെ. അപ്പോൾ റിക്കാർഡിക്കലായിട്ട് ഞാൻ സത്യത്തിൽ എനിക്ക് എൻ്റെ പേര് വേണമെന്നോ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം വെച്ചാൽ എനിക്ക് അർഹിക്കാത്ത ഒരു മുതൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുന്ന ആളാണ്. ഈ 1,45,000 രൂപ വണ്ടിക്ക് അങ്ങ് മാറി. പിന്നെ പോയിട്ട് അവിടെയുള്ള സെക്യൂരിറ്റി എമൗണ്ട് അതൊക്കെ കണ്ടുപിടിക്കണം നിങ്ങളുടെ കടമ. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര ഏകദേശം നിങ്ങൾക്ക് ചിന്തിക്കാം. മൊത്തം 3 ലക്ഷം രൂപ ലോണ്. പിന്നെ അവിടെ വന്നേക്കുന്ന ഈ കടയിൽ അല്ലറ ചില്ലറ പണികൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് എൻ്റെ ഉടമസ്ഥയിലല്ല കട, എൻ്റെ ഇതിലല്ല, ഒന്നുമല്ല. അങ്ങനെ ഏകദേശം ഒരു 3,60,000 രൂപയുടെ കണക്കിന് ഈ 60,000 രൂപയല്ല എനിക്ക് തരാനുള്ള പൈസയാണ്. ഈ കട ഞാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. പറ്റില്ല, ഇപ്പം തുടങ്ങാം. അങ്ങനെ പിറ്റേ ദിവസം തട്ടിമുട്ടി. അപ്പോൾ ഞാൻ കരുതുന്നത് എന്താ, ഈ 1,40,000 രൂപയുടെ വണ്ടി വാങ്ങിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ ഇത് 3.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാം എന്നാണ് പറഞ്ഞിരുന്നത്.
ആ സമയത്ത് ഒരു സേട്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. സേട്ടിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എന്നോട് ഈ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ദുരൂഹമായ ചില കാര്യങ്ങൾ ഷാഫി പറഞ്ഞു. പക്ഷേ ഇയാളെ പോലുള്ള ഒരു കൂതറയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇയാളെ കരുതിയേക്കുന്ന ഒരു 1.5 പേക്ക് അടിച്ച് നടക്കുന്ന ഒരാളെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. അതിൽ കൂടുതലുള്ള വിലയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ആ പ്രദേശത്ത് അവിടെ ചെന്ന് അന്വേഷിച്ചാലും അറിയാൻ പറ്റും. അങ്ങനെ ഈ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് അന്ന് നല്ല മഴയുള്ള ദിവസമാണ്. അതായത് ഇടുക്കി ഡാം തുറക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ദിവസം വാഹനം യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, വെള്ളം അടിച്ചിട്ടുണ്ട്. എന്നോട് പറയുക, നാളെ 1 കോടി രൂപ നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാനെടുത്ത് ചോദിച്ചു, 1 കോടി രൂപ നാളെ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ബാങ്കിൻ്റെ ലോൺ എടുക്കുന്നത്? അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, വണ്ണമുള്ള സ്ത്രീകളെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സേട്ട് പൈസ തരും. പക്ഷേ ഞാൻ ചോദിച്ചത് എന്തിനാണ്, വാണിഭത്തിനാണോ? അപ്പോൾ അതല്ല, അവർ പോകും പക്ഷെ തിരിച്ചു വരിക. ഞാൻ അന്നേരം ഞാൻ എൻ്റെ ഭാഷ ഞാൻ തെറി വിളിച്ചു. ഞാൻ ആകെ ഡെസ്പായി. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു മദ്യലഹരി പറയുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഈ പോയി വാഹനം വാങ്ങിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇയാളുടെ മരുമോൻ്റെ പേരിലേക്ക് ഇത് മാറി. എനിക്ക് പൈസ തരാനുണ്ടെന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണെന്ന് നബീസ് ആദ്യം തെളിയിക്കണം. ഈ തിരിച്ചു വരില്ല എന്ന് മാത്രം എന്തിനു കൊണ്ടുപോകുന്നു? അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സേട്ട് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഞാൻ അയാളെ കാണുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വണ്ണമുള്ള തടിച്ച സ്ത്രീകൾ അപ്പൊ എന്നോട് പറയുകയും ചെയ്തു, ഇങ്ങനെ 3-4 സ്ത്രീകളെ, ഇങ്ങനെ തമിഴ് സ്ത്രീകളെ പുള്ളി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് സത്യമാണ്. ഞാൻ സത്യം പറഞ്ഞു ഇവിടെ തിരിച്ചു വന്നു. അപ്പൊ പിന്നെ ഈ കട സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ കൺസൾട്ടൻസി നമ്മൾ ഏറ്റെടുത്തോളാം, വാക്കാ സംസാരിച്ചു. പക്ഷെ അവിടെ നിന്ന് വളരെ മോശമായ പ്രതികരണമായിരുന്നു. ആദ്യ ദിവസം തന്നെ 10-60,000 രൂപ ശമ്പളം മേടിക്കുന്ന എൻ്റെ മാനേജർ, പുള്ളിയുടെ വീട് ഇവിടെ എടുത്ത്, അയാളുടെ പാത്രങ്ങൾ 5-6 അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ മൊബൈല്, എൻ്റെ ഒരു 2 ജോഡി ഡ്രസ്സ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആകെ എനിക്ക് ഷുഗർ വരെ കൂടി ഇയാളുടെ ഓരോ പെരുമാറ്റങ്ങൾ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രതീക്ഷയോടെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇയാൾ രാവിലെ മുതൽ വെള്ളോടി വന്നു. ഇയാളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അവസാനം ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞു, നമുക്ക് ഇവരുമായിട്ടുള്ള ബന്ധം വേണ്ട. ഒരിക്കലുമല്ല, ഒരു സംയുക്തമല്ല, ഒരു കൺസൾട്ടൻസി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും അതായത് ലാഭം വരുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന ഒരു മാർജിൻ. സാധാരണ ഇതിലിപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ഒരു കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അവരുടെ റോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അതായത് കെടുകാര്യസ്ഥത മാറ്റുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രോഫിറ്റിലാകാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. ഒന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മാർജിൻ മാത്രമാണ് നമുക്കുള്ളത്. അല്ലാണ്ട് നമ്മളല്ല ഇതിൻ്റെ കക്ഷികൾ. ഈ ഹോട്ടൽ നബീസയുടെ പേരിലായിരുന്നു. അത് അങ്ങനെയുള്ള എനിക്ക് ഏതാണ്ട് 60-80 രൂപ മിനിമം തരാനുണ്ട്. അതിനുശേഷവും എനിക്ക് ഇൻസിഡൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഈ ഷെനായിസിൻ്റെ വഴിക്ക് പോകുമ്പം ഷാഫി പിന്നെ വേറൊരാൾ അയാളും കൂടെ ഇറങ്ങി വന്നിട്ട് എൻ്റെ വണ്ടിയുടെ താക്കോല് വരെ ഊരി. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിയായിരിക്കുമല്ലേ? നിങ്ങളോട് സ്ത്രീകളെ നേരത്തെ തെരഞ്ഞു, ഇതുപോലെ തന്നെ സ്ത്രീകളെ ഇല്ല. ഞാൻ സത്യത്തിൽ ഇത് കേരള പോലീസുമായിട്ട് സഹകരിച്ച് കേരള പോലീസിന്റെ അടുത്ത് പോകണമെന്ന് വരെ ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം എന്താണെന്നറിയോ, ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സത്യത്തിൽ ഷാഫിയായിട്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു യാത്ര, പിന്നെ ഈ ഹൈറേഞ്ചിന് ആ മരണത്തിന് പോകുന്ന യാത്ര, അല്ലാണ്ടുള്ള യാത്രകളൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവരുടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത കേട്ട് കഴിയുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ അപ്സെറ്റ് ആവുക. അത് 2-3 ദിവസം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. ഇതിനൊക്കെ തെളിവുകളുണ്ടല്ലോ. തെളിവുകൾ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും തന്നെയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ, ഷാഫിയുടെ ഭാര്യയ്ക്കുള്ള മറുപടി, ഏത് തരത്തിലായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകൾ എന്ന ആരോപണം വരുന്ന കാര്യത്തിൽ താൻ ഇടപെട്ടത്, ഒപ്പം തന്നോട് ഈ തടിച്ച സ്ത്രീകളെ ആവശ്യപ്പെട്ടതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ കുറ്റകൃത്യവുമായി ഒരു തരത്തിലുള്ള പങ്കില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഇവരുമായിട്ടില്ല. തനിക്കാണ് ഇങ്ങോട്ട് പണം ലഭിക്കാനുള്ളത്. ഒപ്പം വാഹനമൊന്നും സ്ഥിരമായി ഉപയോഗിച്ചിരുന്നില്ല, വളരെ പരിമിതമായ സമയത്ത് മാത്രമാണ് ഉപയോഗിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.